ഭക്തയാണ് ഞാൻ. ഋഷഭ് ഷെട്ടിയുടെ ഭക്തിയായി ഞാൻ സത്യം ഇങ്ങനെ തൊഴുതോണ്ടാണ് ഞാൻ കണ്ടത്. ഭയങ്കര ഇമോഷണലി ഡൗൺ ആയി നിൽക്കുകയാണ്. അത് ആ ഒരു ഫീല് അങ്ങ് വിട്ട് മാറണില്ല. എല്ലാവരും കൊള്ളാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആരും ഇതിനകത്തില്ല. എല്ലാവരും കൊള്ളാം. അതിഗംഭീരം എന്നുള്ള ഒറ്റ വാക്കല്ലാതെ ഒന്നും പറയാനില്ല. അതിനകത്ത് പ്രതീക്ഷ എത്ര പ്രതീക്ഷ വന്നാലും നിങ്ങൾക്ക് അതിന് മുകളിൽ സിനിമ നല്ലത്. അത്രത്തോളം ക്വാളിറ്റി. നടനം രാക്ഷസ നടണമെന്ന് തന്നെ എടുത്തു പറയാം നമുക്ക്. എന്ന് വെച്ചാൽ എല്ലാവരും കൊടുത്ത റോളുകൾ അതിന് അവർക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അതിന്റെ 10 ഇരട്ടി അവർ സിനിമ കാണുമ്പോഴേക്ക് മനസ്സിലാവും. അത്രത്തോളം പെർഫോമൻസും അതിനോടൊപ്പം തന്നെ വിഷ്വൽ ക്വാളിറ്റിയും എല്ലാം. എനിക്ക് തോന്നുന്ന ഇത്രയും നല്ല രീതിയിലൊരു സിനിമ ഈ ഒരു ബഡ്ജറ്റിൽ ബഡ്ജറ്റ് എത്ര മുടക്കിയോ അതിന്റെ 10 ഇരട്ടി സിനിമയിൽ നമുക്ക് കാണാനുണ്ട്. നമുക്ക് ചിലർ പറയും 100 കോടി 200 കോടി എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ 20-30 കോടി രൂപ മാത്രമേ അതിനകത്ത് മുടക്കുള്ളൂ. പക്ഷേ ഇത് നമുക്ക് സിനിമയിൽ എത്ര അവർ മുടക്കിയിട്ടുള്ളത് അതിനകത്ത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത്രത്തോളം സൂപ്പർ സിനിമ. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ ഇനി ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ മൊത്തം ഫില്ലാകാനുള്ള സാധ്യത. കാരണം അത്രത്തോളം നല്ല രീതിയിൽ സിനിമ എങ്ങനെയാണോ ഒരു സിനിമ എടുക്കേണ്ടത് അത്ര നല്ല രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. അഭിനയം കൊണ്ട് ഋഷഭ് ഷെട്ടി ആണെങ്കിലും ജയറാമിനെ എടുത്തു പറയണം. ജയറാമിന് ഇതുവരെ കിട്ടിയ റോളുകളിൽ ഏറ്റവും മികച്ച റോള് ജയറാം അടിപൊളിയായിട്ടുണ്ട് സിനിമ. അഴിഞ്ഞാട്ടം കാട്ടുതീ പടം ഭയങ്കര. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗും കാര്യങ്ങളും ഉണ്ട്. പ്ലോട്ട് സെറ്റ് ചെയ്യുന്ന ലാഗൊക്കെ ഉണ്ട്. ഇന്റർവൽ ബ്ലോക്ക് സൂപ്പർ ബ്ലോക്കാണ്. പിന്നെ അങ്ങോട്ട് എന്താണ് ഋഷഭ് ഒരു രക്ഷയില്ല. പിന്നെ അതിലെ നടിയായാലും ഭയങ്കര ആക്ടിങ് ഒരു രക്ഷയില്ല. രുക്മിണിയുടെ ആക്ടിങ് സൂപ്പറാണ്. ജയറാമിന്റെ ആക്ടിങ് സൂപ്പറാണ്. മൊത്തത്തിൽ ഒന്നും പറയല്ല. VFX സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെക്കൻഡ് ഹാഫ് ഒക്കെ കണ്ടുണ്ടല്ലോ. എന്റെ ദൈവമേ യു ഇത് ആരും കാണാതിരിക്കല്ലേ. കാട്ടുതീ സൂപ്പർ പടം. ഡോണ്ട് മിസ്. ഭയങ്കര കിടലും ക്ലൈമാക്സ് ഒക്കെ ഈ കത്തയാണ്. ഫസ്റ്റില് നമുക്ക് നേരം കിട്ടിയില്ലേ അതിന്റെ 10 ഇരട്ടി മാസ് സാധനം. ഒന്നും പറയല്ല. ഭയങ്കര സൂപ്പർ പടം. സത്യമാണ് കാന്താര എന്ന് പറയുന്നത്. അത് അതിഗംഭീരമായ പെർഫോമൻസ്. ഒന്നും പറയല്ല. പടം കൊളുത്തിക്കളാണ്. ജയറാമേട്ടൻ ഞാൻ കിടിലം കണ്ട പോകും. ജയറാമേട്ടൻ എപ്പോഴെങ്കിലും ക്ലിക്കാന്ന് പറയും കിടിലം. എന്റെ അമ്മ ക്ലൈമാക്സ് നിന്ന് വിറച്ചു പോണ് തിയേറ്റർ. ആദ്യം വന്നതിനെക്കാട്ടി ഭയങ്കര ഗംഭീരം. അതിഗംഭീരം. ബോംബെയിൽ ടാക്സി ഡ്രൈവർ ആയിരുന്ന ആളാണ്. ഇപ്പൊ നിൽക്കുന്നുണ്ട്. അതേ ദൈവം സൃഷ്ടിച്ച ഒരാളാണ് രാജീവ് ഷെട്ടി എന്ന് പറയുന്നത്. കാര്യം അത്രയ്ക്ക് കിടിലം പെർഫോമൻസ്. ഒരു രക്ഷയില്ല. അടിപൊളി നിന്ന് വിറച്ചു പോണ്. ഋഷഭ് ഷെട്ടി മാറി എന്തോ ആയിക്കോട്ടെ. പുള്ളി വേറെ ലെവല് തന്നെ. നിങ്ങളെ കാണേണ്ട പടമാണത്. ആദ്യം വന്നതിനെക്കാട്ടി ഭയങ്കര അന്തം വിട്ടോ. എന്റെ അമ്മോ എന്തിനാ ഇയാള്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ ശിവൻ തന്നെ. ഒന്നും പറയാല്ല. പരമശിവനെ പോലെ തന്നെ അടിപൊളി. അതാണ് പറഞ്ഞത്. പൂർവികര കഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു. ഞാൻ രാവിലെ വന്നപ്പോ ഞാൻ പറഞ്ഞു പൂർവികര കഥയാണെന്ന്. എന്റെ അമ്മ അങ്ങനെ എടുത്ത് വെച്ചേക്കണം. ഒന്നും പറയല. ഒരു കാന്താര തന്നെ. ക്ലൈമാക്സ് അല്ല ഞാൻ പറഞ്ഞത്. നിന്ന് വിറച്ചു വന്ന തിയേറ്റർ എല്ലാവരും അതിലോട്ട് ആയിപ്പോയി. കാര്യം അത്രയ്ക്ക് കിടിലുമായിരുന്നു. ഒന്നും പറയാനില്ല. എന്റെ അമ്മോ ഇങ്ങനെ ഒരു പടം ഇന്ത്യയിൽ ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു പടം ഞാൻ കാണുന്നത്. നിന്ന് വിറച്ചു. അത് കാണണമെങ്കിൽ നമ്മുടെ ഏരീസിൽ തന്നെ വന്ന് കാണണം. ഓണില് എന്നാലേ നമുക്കത് കിടിലാവുള്ളൂ. ഒരു രക്ഷയില്ല. കൊള്ളാട്ടോ. നല്ല പടം. നല്ല പടം. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. ഫസ്റ്റ് പാർട്ടിനെ കാട്ടി കിടുക്കാച്ച്. ഈ 125 കോടിക്ക് അവർ ആ ബഡ്ജറ്റ് മുഴുവൻ ആ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ച്. അല്ലാതെ ഈ 250 കോടി ബഡ്ജറ്റിൽ 200 കോടി രൂപ മറ്റേ കാശിന് കൊടുക്കുന്ന പരിപാടിയല്ല. ഫസ്റ്റിനെ കാട്ടി കിടുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ്. ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് തന്നെയാണ്. സൂപ്പർ പടം. സൂപ്പർ. ബ്രോ ലൈക്ക് എന്താ പറയാ ഫസ്റ്റ് പാർട്ടിനെ കെട്ടി അടിപൊളിയായിട്ടുണ്ട് സെക്കൻഡ് പാർട്ട്. നമ്മളെന്താ പറയാ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പടത്തിൽ നമുക്ക് കിട്ടത്തില്ല. പെർഫോമൻസ് ആണ് എല്ലാം നൈസ്. ലൈക്ക് ഋഷഭ് ഷെട്ടി ആയിക്കോട്ടെ പുള്ളിക്കാരൻ നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ക്ലൈമാക്സ് എന്താണ് ചെയ്തത് അതിനെക്കാട്ടി നല്ലൊരു മീറ്റർ കൂടി അങ്ങനെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രുക്മിണി വസന്ത് പുള്ളിക്കാരി പെർഫെക്റ്റ് കാസ്റ്റിംഗ് റോളിന്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഒന്നും പറയില്ല. ലൈക്ക് എന്താ എക്സ്പെക്ടേഷൻസ് നല്ലോണം മീറ്റ് ചെയ്തിട്ടുണ്ട് പടം. ഇതെന്തായാലും നല്ല ഷുവർ ബ്ലോക്ക് ബസ്റ്റർ തന്നെ ആയിരിക്കും. അതിനെ നല്ലോണം കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പെർഫോമൻസ് ആണ് എടുത്ത് പറയണത്. വേറെ ഒന്നും പറയില്ല. പെർഫോമൻസ് പുള്ളിക്കാരൻ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ഷനും അടിപൊളി. ബഡ്ജറ്റ് വെച്ച് ആ സ്കെയിലും വെച്ച് പുള്ളിക്കാരൻ എന്താണോ ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ നല്ലോണം മീറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്റ്റോറി ലൈനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റോറി തന്നെയാണ്. പക്ഷെ നമുക്ക് വിഷ്വലി
നമ്മൾ ഫസ്റ്റിൽ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അത് അതേപോലെ തന്നെ സെക്കൻഡിലും തരുന്നുണ്ട്. ക്ലൈമാക്സ് ഋഷഭ് ഷെട്ടി എല്ലാം ഓക്കെയാണ്. ക്ലൈമാക്സിൽ വേണമെങ്കിൽ ഫൈറ്റ് കുറച്ച് ആഡ് ചെയ്യായിരുന്നു, പെട്ടെന്ന് തീർത്ത പോലെ ഉണ്ട്. അത് മാത്രമാണ് എനിക്കുള്ളൊരു അതാണ്. അല്ല ഇനിയും ഫൈറ്റ് കയറ്റിയാൽ അത് ചിലപ്പോൾ ബോറാവും. പക്ഷെ ക്ലൈമാക്സിൽ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് മുന്നേ മൂവി തീരുന്ന പോലെ ഉണ്ട്. അത് മാത്രമാണ് ഒരു ഇത് തോന്നിയത്. പക്ഷെ വിഷ്വൽ എക്സ്പീരിയൻസും സൗണ്ട് എക്സ്പീരിയൻസും എല്ലാം, പിന്നെ കന്നഡ എന്നെ കാണാൻ ശ്രമിക്കുക, എനിക്ക് അതേ പറയാനുള്ളൂ. ഓക്കെ ബ്രോ. പറയാനുള്ളത് അതായത് കാന്താര വന്ന ക്ലൈമാക്സ് നമുക്കറിയാം, ഗൂസ്ബംസ് ഉണ്ട്. പക്ഷെ ഇതിൽ 5 ഇരട്ടി എനിക്ക് എന്താ ചിൽസായിരുന്നു. പിന്നെ ജയറാമേട്ടുണ്ട് നമ്മളെ, അത് ഇത്രയും പാൻ ഇന്ത്യൻ പടത്തിൽ അഭിനയിച്ചിട്ടും നല്ല റോളൊന്നും കിട്ടിയില്ലെന്ന് എന്റെ അഭിപ്രായം. പക്ഷെ ഇതിനകത്ത് കണ്ടതോടെ സാറ്റിസ്ഫൈഡ് ആയി. കാരണം ഋഷഭ് ഷെട്ടി എന്ന ഒരാൾ അയാളുടെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് അത്രയും നല്ലൊരു റോളും കൊടുത്തിട്ട് ക്ലൈമാക്സ് അതിലും കത്തിച്ചു വിട്ടിട്ടുണ്ട്. ഒന്നും പറയില്ല. 2025 ഏറ്റവും ആന്റിസിപ്പേറ്റഡ് മൂവി ആയിരുന്നു ഇത്. അതിൽ എന്താണോ ഞാൻ എക്സ്പെക്ട് ചെയ്തത് അതിന്റെ അതുക്കും മേലെയാണ് കിട്ടിയത്. നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഋഷഭ് ഷെട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിനാണെങ്കിൽ ഫുള്ള് കോമഡിയാണ്. അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ ചിലർക്ക് വർക്കൗട്ട് ആകുമെന്ന് ഡൗട്ടാണ്. പിന്നെ ഈ OTT വന്നിട്ട് കാണാനുള്ളവരുടെ അഭിപ്രായമാണെങ്കിൽ അത് കാണണ്ട, നേരെ തിയേറ്ററിൽ വന്ന് കാണാനേ ഉള്ളൂ. OTT കണ്ടിട്ട് ഒരു കാര്യമില്ല, അതിപ്പോഴേ പറഞ്ഞേക്കുക. പിന്നെ ചുമ്മാ ഒന്നും പറയില്ല. ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിലാണ് നമ്മളെ കാന്താര വണ്ടി എന്താണോ കണ്ട ആ ഗൂസ്ബംസ് ഒന്നും അല്ല, അതിന്റെ 5 ഇരട്ടിയെ കിട്ടാൻ പോകുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അത്രേ ഉള്ളൂ. അതെ, ഞാൻ ഇപ്പം ഒരു ആന്റിസിപ്പേറ്റഡ് മൂവിയായിരുന്നു. 2025 ഏറ്റവും ആന്റിസിപ്പേറ്റഡ് മൂവിയാണ് ഇത്. ബാക്കി എത്ര കൂലി വെച്ച് നോക്കിയാലും എല്ലാം നല്ല എക്സ്പെക്ടേഷനിൽ പോയിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇത് ഞാൻ ഹൈ എക്സ്പെക്ടേഷനിൽ വന്നിട്ട് അത്ര എന്താണ് നമുക്ക് കിട്ടാനുള്ള ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ രോമാഞ്ചം ഉണ്ടോ കിട്ടാനുള്ള നല്ല എക്സ്പെക്ടേഷൻ വന്നിട്ട് എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ഇത്. ദൈവവിശ്വാസം കൂടുതലുണ്ടാണെന്ന് എനിക്കറിയാം. എനിക്ക് പറയാൻ വാക്കിലിട്ടല്ല. സത്യം പറഞ്ഞാൽ ഞാൻ തൊഴുതുകൊണ്ടാണ് കണ്ടത്. ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ എനിക്ക് ഭയങ്കര ദൈവത്തിന് പോലെയാണ് തോന്നുന്നത്. പറയുമ്പോൾ തന്നെ ഇങ്ങനെ തൊഴാനാണ് തോന്നുന്നത്. അത്രയ്ക്ക് ഫസ്റ്റ് ഹാഫ് തുടങ്ങിയ സമയത്തൊക്കെ ചെറിയൊരു ലാഗ് എനിക്ക് എവിടെയോ ഫീൽ ചെയ്തു. പക്ഷെ എനിക്കൊന്ന് പറയാം, സെക്കൻഡ് ഹാഫ് ഒക്കെ മൈൻഡ് ബ്ലോയിങ്. മേക്കിംഗ് ഒക്കെ ഇത് എടുക്കുമ്പോൾ അവര് എങ്ങനെ ഇത് മേക്ക് ചെയ്തെടുത്ത് എനിക്ക് മനസ്സിലാവണല്ലോ. അത്രയ്ക്ക് അടിപൊളിയായില്ല. ലേഡി ആർട്ടിസ്റ്റ് ആയാലും നമ്മളുടെ ജയറാമേനെ അടിപൊളി യൂസ് ചെയ്യണം. നമ്മൾ മലയാള ആക്ടേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതിക്ക് യൂസ് ചെയ്താൽ ആ ഒരു ഔട്ട്പുട്ട് എന്തായാലും ഉണ്ടാവും. മസ്റ്റ് വാച്ച് ഫിലിമാണ്, വേറെ ഒന്നും പറയാനില്ല. ഭക്തയാണ് ഞാൻ. ഋഷഭ് ഷെട്ടിയുടെ ഭക്തിയായി ഞാൻ. സത്യം ഇങ്ങനെ തൊഴുതോണ്ടാണ് ഞാൻ കണ്ടത്. ഭയങ്കര ഇമോഷണലി ഡൗൺ ആയി നിൽക്കുകയാണ്. അത് ആ ഒരു ഫീല് അങ്ങ് വിട്ട് മാറണില്ല. ബാഹുബലിക്ക്, അതായത് രാജമൗലിക്ക് ബാഹുബലി പോലെ, പ്രശാന്ത് നീലിക്ക് KGF പോലെ, ഋഷഭ് ഷെട്ടിക്ക് കിട്ടിയ ഒരു ബന്ധുപോലെ തന്നെയാണ് കാന്താര. ഫസ്റ്റ് എങ്ങനെയാണോ അതേ റേഞ്ചിൽ തന്നെയാണ് കാന്താര 2 വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫീലും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തോളൂ. സെക്കൻഡ് ഹാഫ് പക്ഷേ പടത്തിന്റെ ആ ടേണ തന്നെ മാറ്റിക്കളഞ്ഞു. സൂപ്പറായിട്ട് മേക്കിംഗ് ആണെങ്കിൽ ഋഷഭ് ഷെട്ടിയൊക്കെ ഒരു രക്ഷയില്ല. കാരണം എല്ലാവരുടെ ആക്ടിങ് രുക്മിണിയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് തോന്നിപ്പോയി. ആ റേഞ്ച് അപ്പുറം എടുത്തിരിക്കുന്നതും നമുക്ക് എത്രയോ കാലം ജയറാമിനെ കോമഡി ആയിക്കൊണ്ടിരുന്ന ജയറാമിനെ നല്ലൊരു വേഷം നമുക്ക് കാണാൻ പറ്റി. അത് തന്നെയാണ് പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. പടം കൊള്ളാം. പടം മോശമെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. മേക്കിംഗ് എല്ലാം പക്കയാണ്. നമുക്കൊരു സംതൃപ്തി നൽകുന്ന ഒരു പടം തന്നെയാണ്. ആ സംഭവങ്ങളുണ്ട്. കാരണം ഇത് ഭക്തിയിൽ പറഞ്ഞ ഒരു പടമാണ്. അപ്പൊ ആ ഒരു സംഭവം അതുപോലെ ഉണ്ട്, വേറെ ഒന്നുമില്ല. ക്ലൈമാക്സ് കൊള്ളാം. ക്ലൈമാക്സ് വേറെ റേഞ്ച് കാര്യങ്ങളൊക്കെ, അതായത് കത്തിച്ച് എന്നുള്ള ലേഞ്ചിനൊന്നുമില്ല. കാന്താര ഫസ്റ്റിൽ എങ്ങനെയാണോ അതേപോലത്തെ ഒരു ക്ലൈമാക്സും കാര്യങ്ങളും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പടം മോശമൊന്നുമല്ല, പടം കൊള്ളാം. പടം ഈ കാന്താര എന്ന് പറയുന്നത് ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു മിത്തിനെ റിലേറ്റ് ചെയ്ത ഒരു മൂവിയാണ്. അതിന് ആ രീതിയിൽ കാണുക, അല്ലാതെ ഇത് എങ്ങനെ ലോജിക്കലി ഇത് പോസിബിൾ ആവും അങ്ങനത്തെ രീതിയിൽ കാണരുത്. ഫസ്റ്റിനെ കാട്ടിയും ഇൻ പേഴ്സൺ എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് പാർട്ട് തന്നെയാണ്. ബിക്കോസ് ഫസ്റ്റില് എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ മാസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്. സ്പെഷ്യലി ഒരു ലാസ്റ്റ് 20 മിനിറ്റ്സ് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നിപ്പോവും. ആ രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് സെക്കൻഡ് പാർട്ട് അല്ല അവർ ചെയ്തേക്കുന്നത്. അതായത് അത്രയും മൈന്യൂട്ട് ഡീറ്റെയിലിംഗ്. ലാസ്റ്റ് ജയറാമിനൊക്കെ നമ്മളിപ്പം ജയറാമിന്റെ റീസെന്റ് മൂവീസ് കണ്ടതില് പുള്ളിക്ക് അങ്ങനെ വലിയ റോളില്ല. പക്ഷെ ഇതിൽ സെക്കൻഡ് ഹാഫിൽ പുള്ളിയും നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാല് കിടിലം പടം, തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം.